ചെയ്യുന്നു. ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാർ. സംസ്ഥാന അധ്യക്ഷനെ സ്വീകരിക്കുന്ന ആഹാരം സംസ്ഥാന അധ്യക്ഷൻ ഭാരതാംബയ്ക്ക് ചാർത്തുന്നു. ശുഭലോ ഭാരത് മാതാ കി ജയ് ജയ് ബിജെപി. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി അഡീഷണൽ രജിസ്ട്രാറായി 2016 റിട്ടയർ ചെയ്തു. സഹകരണ ബാങ്കുകളുടെ അഡ്മിനിസ്ട്രേറ്ററായും ജോയിന്റ് രജിസ്ട്രാറായും ജോലി ചെയ്തിട്ടുണ്ട്. മുൻ MLA-മാരായ റോസഗുഡ് ടീച്ചർ, രാഘവൻ മാസ്റ്റർ എന്നിവരുടെ പേഴ്സണൽ അസിസ്റ്റന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വത്സരാജേട്ടന്റെ അനുഭവ സമ്പത്തും സേവന പരിചയവും വയനാട് ജില്ലയിലെ BJPക്ക് മുതൽക്കൂട്ടാവും. ബാലൻ പി കെ എക്സോറീസ്മനാണ്. കുറിച്യ സമുദായത്തിന്റെ, വയനാട്ടിലെ പ്രബല സമുദായമായ കുറിച്യ സമുദായത്തിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെയും പ്രവർത്തനവും അനുഭവ സമ്പത്തും ഭാരതീയ ജനതാ പാർട്ടി വയനാട് ജില്ലയ്ക്ക് മുതൽക്കൂട്ടാവുമെന്നും അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടുകൂടി തന്നെ സംസ്ഥാന അധ്യക്ഷന്റെ സ്വീകരണം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു. പാർട്ടിയുടെ ഏറ്റവും സീനിയർ ലീഡർമാരായിട്ടുള്ള പള്ളിയാർ രാമേട്ടൻ, DA മാനുവേട്ടൻ, കൂട്ടാറ ദാമോദരേട്ടൻ, ഇരുമട്ടൂർ കുഞ്ഞാമൻ, രാമേന്ദ്രൻ അഞ്ചുകുന്ന് എന്നീ സീനിയർ നേതാക്കളെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ ആദരിക്കുന്നു. ആദ്യം പള്ളിയാറ രാമേട്ടൻ. വയനാട് ജില്ലയുടെ BJPയുടെ രണ്ടാമത്തെ അധ്യക്ഷനായി വയനാട്ടിലെ ഏറ്റവും വലിയ തറവാടായ പള്ളിയറ തറവാടിന്റെ കാരണവർ, 174 കുടുംബാംഗങ്ങളുമായി ഒരു തറവാട്ടിൽ ഒരുമിച്ച് ജീവിച്ച പള്ളിയറ രാമേട്ടൻ പാർട്ടിയുടെ രണ്ടാമത്തെ ജില്ലാ അധ്യക്ഷനായിരുന്നു. വാജ്പേയി ആദ്യമായി വയനാട് ജില്ലയിലെത്തിയപ്പോൾ സ്വീകരിച്ചതും അന്ന് വാജ്പേയിക്ക് ഭക്ഷണമൊരുക്കിയതും പള്ളിയറ രാമേട്ടന്റെ വീട്ടിൽ വെച്ചായിരുന്നു. ഇപ്പോഴും സജീവമായി നമ്മളോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ അംഗം കൂടിയായിട്ടുള്ള പള്ളിയറ രാമേട്ടൻ. കൂട്ടാറ ദാമോദരേട്ടൻ പാർട്ടിയുടെ മുൻ ജില്ലാ പ്രസിഡന്റാണ്. വയനാട് ജില്ലയിൽ പാർട്ടിക്ക് ഒരു ആസ്ഥാനം വേണമെന്ന് ആദ്യമായി ആശയം മുന്നോട്ട് വെച്ച കൂട്ടാറ ദാമോദരേട്ടന്റെ കാലഘട്ടത്തിലായിരുന്നു. ദാമോദരേട്ടനെ ആദരിക്കുന്നു. ഇരുമട്ടൂർ കുഞ്ഞാമേട്ടൻ ST മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. ST മോർച്ചയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ പാർട്ടിക്ക് വേണ്ടി മത്സരരംഗത്തുണ്ടായിരുന്ന ഇരുമട്ടൂർ കുഞ്ഞാമേട്ടൻ. രാമചന്ദ്രൻ അഞ്ചുകുന്ന് ST മോർച്ചയുടെ ജില്ലാ സെക്രട്ടറി, അടിയന്തരാവസ്ഥ സമര പോരാളി. മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ പാർട്ടിക്ക് വേണ്ടി മത്സരരംഗത്തുണ്ടായിരുന്ന രാമേന്ദ്രൻ അഞ്ചുകുന്ന്. TA മാനുവേട്ടൻ ജനസംഘകാലം മുതൽ വയനാട് ജില്ലയിൽ പാർട്ടിയെ സജീവമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച TA മാനുവേട്ടൻ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് പദവി വരെ വഹിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ, ഇപ്പോൾ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന TM സുബീഷ് മാനുവേട്ടന്റെ മകനാണ്. സുബീഷ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റയുടെ സ്ഥാനാർത്ഥി കൂടി. അടുത്തതായി മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ദേശീയതയിലേക്ക് കടന്നുവരുന്ന പ്രമുഖരെ ആദരിക്കുന്ന ചടങ്ങാണ് രാജീവ് ചന്ദ്രശേഖരജിയുടെ നേതൃത്വത്തിൽ. ആദ്യമായി ശ്രീ കൈലാസ് നാഥ് മേനോൻ, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. 94-97 കാലഘട്ടത്തിൽ ചിറ്റൂർ കോളേജിൽ ബിരുദം. ആ സമയം KSU വിദ്യാർത്ഥി നേതാവായിരുന്നു. KSU യൂണിറ്റ് ഭാരവാഹിയും യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പിൽ KSU പാനലിൽ മത്സരിച്ചിട്ടുള്ളതും KSU സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നു. പിന്നീട് ഇന്ത്യയിലെ ടോപ്പ് ബിസിനസ് സ്കൂൾ ആയ
IIPM-ൽ നിന്നും മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവും ശേഷം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം പ്ലാൻമാൻ കൺസൾട്ടൻസിയിൽ മാർക്കറ്റിംഗ് റിസർച്ചിലൂടെ ആരംഭിച്ചിട്ടുള്ളതുമാകുന്നു. അടുത്തതായി ശ്രീ അനൂപ് കുമാർ ടി, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. 1997 ബാംഗ്ലൂരിൽ MS രാമയ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്നും ബിരുദാനന്തര ബിരുദം 1980-കളിൽ അന്തർദേശീയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ റൗസലിൽ മേഖലാ മേധാവിയായും പ്രവർത്തിച്ചിരുന്ന വ്യക്തിത്വമാണ്. വന്ദേ മാതരം ആലപിക്കുന്നതിനായി കുമാരി ദർശനയെ ക്ഷണിച്ചുകൊള്ളുന്നു. വന്ദേ മാതരം വന്ദേ മാതരം സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഭാരത് മാതാ കി. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി പുല്ലകുസുമിത ദ്രുമദളശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഗദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഭാരത് മാതാ കി ജയ്. മനസ്സിലായോ? ഇങ്ങനെ ഇട്ടിട്ട് ഇത് ചുമന്ന തിരിയ പട്ട് വാങ്ങി കഴുകി ഉണക്കണം. എന്നിട്ട് ഇത് കത്തിച്ച് ഇത് രണ്ടും കത്തിച്ചിട്ട് ദേവി മാഹാത്മ്യത്തിലെ 11-ാം അധ്യായം വായിക്കുക. പത്നിയും മനോരമാ മനോവൃത്താനുസാരിണിയും തരുണീം ദുർഗസംസാരസാഗരസ്യ തുലോചന എന്നൊരു ശ്ലോകം ഉണ്ട്. എനിക്ക് മനസ്സിന് ഹിതകരമായ ഒരു ഭാര്യയെ കിട്ടണം. എന്തിനു വേണ്ടിയിട്ട്? അവർ ദുർഗാദേവിയുടെ ഭക്തന്മാരായ സന്താനങ്ങളും ആ സന്താനങ്ങൾക്ക് ആയിരക്കണക്കിന് പരമ്പരകളും ഉണ്ടാവാൻ വേണ്ടി. അത് പുലർക്കാലം 5:30-ന്റെയും 6-ന്റെയും ഉള്ളിൽ 3:30 മുതൽക്ക് സമയം തുടങ്ങും. 5:30-ന്റെ ഉള്ളിൽ കുളിച്ച് ഒരു പുൽപ്പായ വിരിച്ച് അതിലൊരു വെള്ളശീല വിരിച്ച് കിഴക്കോട്ടോ വടക്കോട്ടോ മുഖം വരുന്ന രീതിയിൽ ഇങ്ങനൊരു നിലവാക്കി വെച്ചിട്ട് വേണം ജയിക്കാൻ.